അനുശ്രീ 2012 തുടങ്ങുമ്പോൾ പാഷനേറ്റ് ആയിരുന്നോ സിനിമ? പിന്നെ കാരണം ഞാനൊരു റിയാലിറ്റി ഷോയിലൂടെയാണ് വന്നത്. ആ ഷോയിൽ വരുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും പറയും സിനിമയിൽ ഞാൻ വന്നത് മലവെള്ളപ്പാച്ചിൽ ഒലിച്ചിട്ട് ഞാൻ എന്നും കരക്കടിഞ്ഞതുപോലെ വന്നതാണ് സിനിമയിൽ എന്ന് പറയും. കാരണം ഒട്ടും പ്രതീക്ഷിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ഗ്രാമത്തിൽ നിന്ന് ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. പത്തനാപുരം പോലെ സ്മോൾ ടൗണിൽ നിന്ന് സിനിമയുടെ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമറിലേക്ക് വരുമ്പോ കുറെ ചാലഞ്ചസ് ഉണ്ടാവുമല്ലോ. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ആ റിയാലിറ്റി ഷോയിൽ പോയി വീണ ആളാണ് ഞാൻ. പക്ഷെ ആ ഷോ കഴിഞ്ഞൊരു ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഒക്കെ വന്നു. പിന്നീട് നമ്മളെ ഇംപ്രവൈസ് ചെയ്ത് ആക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഭയങ്കരമായിട്ട് ഇഷ്ടം തുടങ്ങി. പിന്നെ ജയിക്കണം, സിനിമ ചെയ്യണം എന്നായി. ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്കൊന്ന് ഷോ കഴിയുമ്പോഴേ ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്യണമെന്ന്. അത് പക്ഷെ വേറൊരാളുടെ മൂവിയിലാവരുത്, ആദ്യം ലാൽ സാറിന്റെ മൂവിയിൽ തന്നെ വേണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ എനിക്കൊന്നു ഷോ കഴിഞ്ഞൊരു 1.5 വർഷത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ വേറെ ഓഫർ വന്നിട്ട് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം എനിക്ക് അത് തന്നെ ചെയ്യണമായിരുന്നു ലാൽ സാറിന്റെ മൂവിയിൽ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ചെയ്ത മൂവിയാണ് ഡയമണ്ട് നെക്ലേസ്.